പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ഞാനൊരു ദൈവശബ്ദം നിങ്ങളോട് പറയുക. അഭിഷേക തൈലം വീണ ദാവീദ് ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യാനായി കടന്നു പോകുന്നു. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദാവീദ് ഗോലിയാത്തിന് നേരെ കവുണയിൽ സഞ്ചിയിൽ നിന്ന് 5 കല്ലിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവുണയിൽ വെച്ച് ഗോലിയാത്തിന് നേരെ എറിയുന്ന ഒരു ഭാഗമാണ് നാം കാണുന്നത്. 5 കല്ലിനെ പറ്റി എല്ലാവരും പ്രസംഗിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അവിടെ കല്ലിനല്ല പ്രത്യേകത, അവിടെ കവുണയ്ക്കുമല്ല പ്രത്യേകത. അവിടെ വെളിപ്പെട്ട അഭിഷേകം വീണവൻ്റെ മുകളിൽ നിന്ന് കവുണയിൽ കല്ലിൽ വ്യാപരിക്കപ്പെട്ട ഒരു ദൈവശക്തിയെ ഞാൻ മനസ്സിലാക്കുന്നു. തന്നിലുള്ള അഭിഷേകം കവുണയിൽ താൻ ഉന്നം വെക്കുന്ന വിഷയത്തെ ആ തിരുനെറ്റിയിലേക്ക് തന്നെ ചെന്ന് പതിക്കാൻ തൻ്റെ മേലുള്ള അഭിഷേകത്തെ കവിണയുടെ മേൽ വ്യാപരിച്ചു, കല്ലിൻ്റെ മേൽ വ്യാപരിച്ചു. അത് ഉന്നം തെറ്റാതെ ശത്രുവിൻ്റെ തിരുനെറ്റിക്ക് ഉണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ കരത്തിലൂടെ ചുഴറ്റി എറിയപ്പെടുന്ന, ഉയർത്തപ്പെടുമ്പോൾ, നീട്ടപ്പെടുമ്പോൾ, ആമേ കൈ വെക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് പകരപ്പെട്ട് സ്പീഡിൽ മൂവ് ചെയ്യപ്പെടുന്ന, നിങ്ങളിൽ വ്യാപരിക്കപ്പെട്ട അഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് പ്രഭാതത്തിൽ അത് വെളിപ്പെടുന്ന പകലാണ്. യേശുവിന്മേൽ അഭിഷേകം വ്യാപരിക്കപ്പെട്ടത് സ്നാനക്കടവിൽ നിന്ന് തിരികെ കയറുമ്പോൾ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ നിഴലിട്ടു എന്ന് നാം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ തൊട്ടൊരു തുടക്കം ആരംഭിക്കുക. ഇന്ന് പ്രഭാതത്തിൽ ചില തുടക്കങ്ങൾ ദൈവം കുറിക്കാൻ പോകുകയാണ്. ഒരു സൈഡിൽ ശത്രുവിൻ്റെ തിരുതെറ്റിക്ക് ഏറികൊണ്ട് ശത്രു വീഴുന്നു, മറു സൈഡിൽ നാം കാണുന്നു യോർദാനിൽ നിന്ന് സ്നാനമേറ്റ് എഴുന്നേറ്റ് വരുമ്പോൾ പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശത്തിൽ 2 വാക്കുകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അഭിഷേകം ചെയ്യപ്പെട്ടവനിൽ നിന്ന് പുറപ്പെടുന്ന എന്തും അത് സാധിക്കപ്പെടും. ധൈര്യമായിരിക്കുക. നിന്റെ മേൽ പകർന്ന അഭിഷേകം ചെറുതല്ല, അത് വലുതാണ്. ഗോഡ് ബ്ലെസ് യു.